നിങ്ങൾക്ക് സാധാരണ വാട്സാപ്പ് അക്കൗണ്ടിൽ നിന്ന് വാട്സാപ്പ് ബിസിനസ് അക്കൗണ്ടിലേക്ക് മാറണമെന്നുണ്ടോ? മാറുമ്പോൾ ഇതുവരെയുള്ള നിങ്ങളുടെ ചാറ്റുകളും കോൺടാക്റ്റുകളും നഷ്ടപ്പെട്ടു പോകുമോ എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് 100% ഉപകാരപ്പെടും. നിങ്ങളുടെ വാട്സാപ്പ് അക്കൗണ്ടിലുള്ള നിങ്ങൾക്ക് വിലപ്പെട്ട ചാറ്റുകളും കോൺടാക്റ്റുകളും ഒന്നുപോലും നഷ്ടപ്പെടാതെ എങ്ങനെ വാട്സാപ്പ് ബിസിനസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം എന്നതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് വീഡിയോക്ക് നിങ്ങളുടെ വിലയേറിയ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നത് എൻ്റെ വാട്സാപ്പ് മെസ്സഞ്ചറിലുള്ള ഈ ചാറ്റുകളാണ് ഞാൻ വാട്സാപ്പ് ബിസിനസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ വാട്സാപ്പ് ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം വാട്സാപ്പിന്റെ മുകളിൽ വലതുവശത്തായി കാണുന്ന 3 ഡോട്ടിൽ ടാപ്പ് ചെയ്യുക. എന്നിട്ട് സെറ്റിംഗ്സ് എന്നതിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം സെറ്റിംഗ്സിൽ ചാറ്റ്സ് എന്ന ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുക. എന്നിട്ട് ചാറ്റ്സ് എന്ന ഓപ്ഷനിൽ താഴെ ചാറ്റ് ബാക്കപ്പ് എന്ന് കാണാം, അതിൽ ടാപ്പ് ചെയ്യുക. ഇനി വാട്സാപ്പിന്റെ പുതിയ ബാക്കപ്പ് എടുക്കുന്നതിന് വേണ്ടി മുകളിൽ തന്നെ കാണുന്ന ബാക്കപ്പ് എന്ന ബട്ടണിൽ ടാപ്പ് ചെയ്യുക. ഈ ബാക്കപ്പ് പ്രോസസ്സിംഗ് 100% ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ബാക്കപ്പ് പ്രോസസ്സിംഗ് 100% ആയതിനു ശേഷം വാട്സാപ്പ് ക്ലോസ് ചെയ്യുക. ഇനി നിങ്ങളുടെ ഫോണിൽ ഫയൽ മാനേജർ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഫയൽ മാനേജർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഫോൺ സ്റ്റോറേജ് അതായത് ഇന്റേണൽ സ്റ്റോറേജ് ഓപ്പൺ ചെയ്യുക. ഇന്റേണൽ സ്റ്റോറേജ് ഓപ്പൺ ചെയ്താൽ ഇതുപോലെ ഒരുപാട് ഫോൾഡറുകൾ കാണാനാകും. അതിൽ ആൻഡ്രോയിഡ് എന്ന ഫോൾഡർ കാണാം, അത് ഓപ്പൺ ചെയ്യുക. ആൻഡ്രോയിഡ് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്താൽ അതിനുള്ളിൽ നിങ്ങൾക്ക് മീഡിയ എന്ന ഫോൾഡർ കാണാനാകും, അത് ഓപ്പൺ ചെയ്യുക. മീഡിയ എന്ന ഫോൾഡറിനുള്ളിൽ കുറച്ച് ഫോൾഡറുകൾ കാണാം. അതിൽ കോം ഡോട്ട് വാട്സാപ്പ് എന്ന ഈ ഒരു ഫോൾഡർ കാണാം. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് മുൻപ് ഈ കോം ഡോട്ട് വാട്സാപ്പ് എന്ന ഫോൾഡറിന്റെ ഒരു കോപ്പി വേറെ ഏതെങ്കിലും ഒരു ഫോൾഡറിലേക്ക് എടുത്തു വെക്കുന്നത് നല്ലതാണ്. ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ ഡാറ്റ നഷ്ടപ്പെടും. അതുകൊണ്ട് ഒരു മുൻകരുതലിന്റെ ഭാഗമായി ഈ ഫോൾഡറിന്റെ കോപ്പി എടുത്തു വെക്കുക. കോം ഡോട്ട് വാട്സാപ്പ് എന്ന ഫോൾഡറിന്റെ കോപ്പി എടുത്തു വെച്ചതിന് ശേഷം ഈ കോം ഡോട്ട് വാട്സാപ്പിന്റെ ഫോൾഡറിന്റെ നെയിം ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അതിനു വേണ്ടി ഫോൾഡർ സെലക്ട് ചെയ്ത് റീനെയിം എന്ന ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുക. ഇപ്പോൾ ഈ ഫോൾഡറിന്റെ നെയിം കാണുന്നത് കോം ഡോട്ട് വാട്സാപ്പ് എന്നാണ്. ഈ പേരിന്റെ അവസാനത്തിൽ .w4b എന്ന് കൂടി ചേർക്കുക. W എന്ന അക്ഷരവും B എന്ന അക്ഷരവും സ്മോൾ ലെറ്ററിൽ തന്നെ ടൈപ്പ് ചെയ്യുക. ഫോൾഡറിന്റെ നെയിം ഇതുപോലെ ആയിരിക്കണം എൻ്റർ ചെയ്യേണ്ടത്, ഒരിക്കലും മാറിപ്പോകരുത്. ഇനി കോം ഡോട്ട് വാട്സാപ്പ് .w4b എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ അതിനുള്ളിൽ വാട്സാപ്പ് എന്ന ഈ ഒരു ഫോൾഡർ കാണാം. വാട്സാപ്പ് എന്ന ഫോൾഡറിന്റെ നെയിമും മാറ്റേണ്ടതുണ്ട്. ഇവിടെ ചെയ്യേണ്ടത് വാട്സാപ്പ് എന്നതിന്റെ കൂടെ ബിസിനസ് എന്നുകൂടി ചേർക്കേണ്ടതുണ്ട്. ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വാട്സാപ്പ് കഴിഞ്ഞ് ഒരു സ്പേസ് ഇടുക. അതിനുശേഷം B ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്യുക. ബാക്കിയുള്ള എല്ലാ അക്ഷരങ്ങളും സ്മോൾ ലെറ്ററിൽ ടൈപ്പ് ചെയ്യുക. ഈ ഫോൾഡർ നെയിം ടൈപ്പ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ കാണിക്കുന്നത് പോലെ തന്നെ ആയിരിക്കണം എൻ്റർ ചെയ്യേണ്ടത്. ഫോൾഡർ നെയിം റീനെയിം ചെയ്തതിന് ശേഷം വാട്സാപ്പ് ബിസിനസ് എന്ന ഈ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഫോൾഡർ ഓപ്പൺ ചെയ്താൽ ഇതുപോലെ 3 ഫോൾഡറുകൾ കാണാം. അതിൽ ഡാറ്റാബേസ് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഡാറ്റാബേസ് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്താൽ ഇതിനുള്ളിൽ കുറച്ച് ഫയലുകൾ കാണാം. ഇതാണ് വാട്സാപ്പിന്റെ ഓരോ ദിവസത്തെയും ബാക്കപ്പ് ഫയൽ. ഓരോ ബാക്കപ്പ് ഫയലിന്റെയും ഡേറ്റും ടൈമും ഇവിടെ കാണാനാകും. ഇനി നിങ്ങൾ നേരത്തെ എടുത്ത ബാക്കപ്പ് മാത്രം ഇവിടെ വെച്ച് ബാക്കിയുള്ളത് ഡിലീറ്റ് ചെയ്യുക. ഈ ഒരു ബാക്കപ്പ് ഫയലിലുള്ള മെസ്സേജുകളായിരിക്കും റീസ്റ്റോർ ആകുന്നത്. അതുകൊണ്ട് അവസാനത്തെ ബാക്കപ്പ് ഫയൽ ഏതാണെന്നുള്ളത് എല്ലാം ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം ബാക്കിയുള്ളത് ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഫയൽ മാനേജർ ക്ലോസ് ചെയ്യുക. ഇനി വാട്സാപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുക. അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് വാട്സാപ്പ് ബിസിനസ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇനി വാട്സാപ്പ് ബിസിനസ് ആപ്പ് ഓപ്പൺ ചെയ്യുക. ആദ്യം തന്നെ എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്നതിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു പെർമിഷൻ ചോദിക്കും. ഇവിടെ അലോ എന്നതിൽ ടാപ്പ് ചെയ്യുക. ഇനി നിങ്ങളുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് എന്നതിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം വെരിഫൈഡ് എന്ന ഈ ഒരു പോപ്പപ്പ് മെസ്സേജ് വരും. ഇവിടെ കണ്ടിന്യൂ എന്നതിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ കോണ്ടാക്ട് ആൻഡ് മീഡിയ ആക്സസ് ചെയ്യുവാനുള്ള പെർമിഷൻ ചോദിക്കും.
ഇവിടെയും കണ്ടിന്യൂ എന്നതിൽ ടാപ്പ് ചെയ്യുക. ഇവിടെ നോട്ട് നൗ എന്നതിൽ ടാപ്പ് ചെയ്യരുത്. കണ്ടിന്യൂ എന്നതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് പെർമിഷനുകൾ ചോദിക്കും. അതിനെല്ലാം അലോ എന്നതിൽ ടാപ്പ് ചെയ്ത് മുന്നോട്ട് പോവുക. അതിനുശേഷം റീസ്റ്റോർ യുവർ ചാറ്റ്സ് എന്ന ഈ ഒരു ഓപ്ഷൻ വരും. ഇവിടെ റീസ്റ്റോർ എന്നതിൽ ടാപ്പ് ചെയ്യുക. ഇനി റീസ്റ്റോർ പ്രോസസ്സിങ്ങിനായി കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. റീസ്റ്റോർ കംപ്ലീറ്റ് ആയാൽ റീസ്റ്റോർ കംപ്ലീറ്റ് എന്ന് ഇതുപോലെ കാണിക്കും. ഇനി നെക്സ്റ്റ് എന്നതിൽ ടാപ്പ് ചെയ്യുക. ഇനി നിങ്ങളുടെ ബിസിനസിന്റെ പേരോ അതല്ലെങ്കിൽ നിങ്ങളുടെ പേരോ കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് എന്നതിൽ ടാപ്പ് ചെയ്യുക. ഇനി നിങ്ങൾ കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ ബിസിനസിന്റെ വിവരങ്ങളെല്ലാം ഓരോ ഓപ്ഷൻ അനുസരിച്ച് കൊടുക്കുക. എല്ലാ വിവരങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ ഫിനിഷിംഗ് സെറ്റപ്പ് എന്ന് ഇതുപോലെ കാണിക്കും. ഇനി കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം വാട്സാപ്പ് ബിസിനസിന്റെ ബാക്കപ്പ് ഗൂഗിൾ സ്റ്റോറേജിലേക്ക് സേവ് ചെയ്യണോ എന്ന് ചോദിക്കുന്ന ഈ ഒരു വിൻഡോ വരും. ഇവിടെ വേണമെങ്കിൽ കൊടുക്കാം, അതല്ല ഇനി കൊടുക്കുന്നില്ല എങ്കിൽ നോട്ട് നൗ എന്നതിൽ ടാപ്പ് ചെയ്യുക. ഞാൻ ഇവിടെ നോട്ട് നൗ എന്നാണ് കൊടുക്കുന്നത്. ഇത്ര മാത്രം ചെയ്താൽ മതി. മുൻപ് എന്റെ വാട്സാപ്പിൽ ഉണ്ടായിരുന്ന എല്ലാ ചാറ്റുകളും ഇപ്പോൾ വാട്സാപ്പ് ബിസിനസ്സിലേക്ക് വന്നത് കാണാം. അപ്പോൾ ഈ ഒരു മാർഗം ഉപയോഗിച്ചുകൊണ്ട് വാട്സാപ്പ് മെസ്സഞ്ചറിൽ ഉണ്ടായിരുന്ന എല്ലാ ചാറ്റുകളും വാട്സാപ്പ് ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.